നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്ന ചീഞ്ഞതും അളിഞ്ഞതുമായിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് 10 മുതൽ 15 പേരടങ്ങുന്ന ഒരു മാഫിയയാണെന്നും ഈ മാഫിയയുടെ കൈപ്പിടിയിലാണ് മറ്റ് നടന്മാരും നടിമാരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എതിർക്കുന്നവർക്കൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തി ദ്രോഹിക്കുകയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രമുഖരായ താരങ്ങളായി നിൽക്കുന്ന നടീനടന്മാരുടെ പേരുവിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവിടാനായി ഏവരും ആവശ്യപ്പെടുന്നത്. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളുമായി കൂടി പ്രവർത്തിക്കുന്ന ചില നടന്മാർ സിനിമയിൽ നിന്നും പരമാവധി പേരും പ്രശസ്തിയും പണവും ഒക്കെ തന്നെ നേടിയെടുത്തു. അതിലൂടെ സിനിമാ മേഖലയെ മുഴുവനായി നിയന്ത്രിക്കാനായി ഇവർക്ക് കഴിഞ്ഞു. ഈ മേഖലയെ തന്നെ കൈയടക്കി വാഴുകയാണ് ഇവർ ചെയ്യുന്നത്. ഒരു അഭിനേതാവാണെങ്കിൽ അഭിനയിക്കുക മാത്രമല്ല, ഇപ്പോൾ സംവിധാനത്തിലും നിർമ്മാണത്തിലും എന്തിനേറെ പറയുന്നു വിതരണത്തിലുമൊക്കെ തന്നെ കൈകടത്തുകയാണ് ചെയ്യുന്നത്. ഏറെക്കുറെ തിരക്കഥയിലടക്കം അവർക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിക്കുന്നുണ്ട്. ആരെ കാസ്റ്റ് ചെയ്യണം, ആരൊക്കെ ഉണ്ടായിരിക്കണം, ആരൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഈ നടന്മാർ തന്നെയായിരിക്കും. പ്രശസ്തരായ പല നടന്മാരെ അടക്കം, തിലകനെ അടക്കം പല ആളുകളെയും ഈ സംഘം സിനിമയിൽ നിന്നും വിലക്കിയത് നമുക്ക് തന്നെ കേട്ടറിവുള്ളതാണ്. മാള രവീന്ദ്രൻ അടക്കം ഇതിനെതിരെ ശക്തമായി നിലകൊണ്ട വ്യക്തിയായിരുന്നു. ഈ പവർ ഗ്രൂപ്പിനെതിരെ ആരെങ്കിലും ഒരക്ഷരം മിണ്ടുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെയും വിലക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ ജീവിതോപാധി ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും നിർമ്മാതാവ് ഒരു പുതിയ ചിത്രമെടുക്കാൻ തുടങ്ങിയ വിലക്കുള്ളവരെ ഉൾപ്പെടുത്തരുത് എന്നുള്ള ശക്തമായ താക്കീത് ഈ പവർ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കും. വിലക്കുള്ളവരെ വെച്ച് സിനിമയടക്കാനായി അവരെ സമ്മതിക്കുകയുമില്ല. ഫിലിം ചേംബറിനെ വെച്ച് തന്നെ അവർ പലതരത്തിലുള്ള വിരട്ടലുകൾ നടത്തും. നിർമ്മാതാക്കളുടെ ആധിപത്യം ഒന്നും തന്നെ ഇന്ന് സിനിമാ ലോകത്തില്ല. ആ മേഖലയൊക്കെ തന്നെ ഭരിക്കുന്നത് നടന്മാർ തന്നെയാണ്. അവർ തന്നെയായിരിക്കും നിർമ്മാതാക്കളായി മാറുന്നത്. ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ ശക്തമായൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റാണ്. പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. നേരത്തെയും സിനിമാ മേഖലയിലെ ചില ടീമുകളെക്കുറിച്ച്, ചിലരുടെ മേധാവിത്വത്തെക്കുറിച്ച്, മാഫിയ ഗ്രൂപ്പുകളെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് പല സൂചനകൾ നൽകിയിരുന്നു. അന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു. എന്നാൽ ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ, ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ. ഇതെല്ലാം ചർച്ച ചെയ്ത് പ്രമുഖ ചാനലുകൾ. മലയാള സിനിമ ഭരിക്കുന്ന 15 പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 1 ഉരുക്ക് സതീശൻ, അടുത്തതായി പറയുന്നത് ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ, ചിരഞ്ജീവി IPS, ബ്രോക്കർ പ്രേമചന്ദ്രൻ, പവനായി, കൊപ്ര പ്രഭാകരൻ, അനന്തൻ നമ്പ്യാർ, മുണ്ടക്കൽ ശേഖരൻ, ഹൈദർ മരക്കാർ, കടയാടി ബേബി, കൊളപ്പുള്ളി അപ്പൻ, മോഹൻ തോമസ്, കീരിക്കാടൻ ജോസ്, ജോൺ ഹോനായി, കീലേരി അച്ചു. ഇങ്ങനെ 15 പേരുകളാണ് അദ്ദേഹം പറയുന്നത്. പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത 15 അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുത്. നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. കൂടുതൽ നടിമാർ ആക്രമണത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ. പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു. സിനിമാ സ്ക്രീനിൽ U സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ A സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ, സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ 10 തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിലിൽ മുട്ടലിന് പിന്നിൽ കെയറെന്ന് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ്വമേഖലയിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വയ്ക്കണം. പാവ സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട. കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA MP ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും. വാൽകഷ്ണം. ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട്. ബൈ സന്തോഷ് പണ്ഡിറ്റ്. ഉരുക്കൊന്നുമല്ല മഹാപാവമ എന്നാണ് അദ്ദേഹം ഇതോടൊപ്പം തന്നെ കുറിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത്. എന്തുകൊണ്ട് അവരുടെ പേര് പുറത്ത് വിടുന്നില്ല എന്നും
അവരൊക്കെ തന്നെ വേട്ടക്കാരാണെന്നും ഇരകളുടെ പേര് മാത്രം പരസ്യപ്പെടുത്താതിരുന്നാൽ പോരെ എന്നുള്ള ചോദ്യവുമാണ് പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടനടി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.